ഉൽപ്പത്തി പുസ്തകത്തിൽ ചിന്തിച്ചായിരുന്നു. യാക്കോബിനോട് ദൈവം ചോദിക്കുന്നു, നിൻ്റെ പേരെന്തുവാ? താൻ പേര് മാറ്റി പറഞ്ഞിട്ട് താൻ ചെന്ന് പെട്ടത് ലാബാൻ്റെ വീട്ടിലാണ്. ലാബാൻ എത്ര നാൾ തന്നെ കളിപ്പിച്ചു? 21 വർഷത്തോളം, ഏകദേശം 20 വർഷത്തോളം തന്നെ കളിപ്പിച്ചു. നിങ്ങളെപ്പോഴും മനസ്സിലാക്കിക്കട്ടെ, നിങ്ങളെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാനൊന്ന് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. നമുക്ക് വീണ്ടും ഒരുമിച്ച് പോകാൻ വേണ്ടിയാണ്. സ്ഥലം മാറിയത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടത്തില്ല. നിങ്ങളത് മനസ്സിലാക്കുക. എൻ്റെ ജീവിതത്തിൽ ഇന്ന് എവിടെയെങ്കിലും തുറക്കപ്പെട്ട വാതിലുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അമേരിക്കയിൽ പോയാലും കാനഡയിൽ പോയാലും ഞാൻ അവിടെ ചെല്ലുമ്പോഴും എനിക്ക് സമ്പത്ത് കിട്ടും, പക്ഷെ അതുപോലെ ചോർച്ച സംഭവിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും പറ്റുന്ന കാര്യം ദൈവവചനത്തിൽ കൂടെ, ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കുമ്പം തുറക്കപ്പെട്ട വാതിലങ്ങ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഫ്രിക്ക പോയാലും മതി, അവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസ് ഒരുക്കിയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സ്ഥലം മാറിയതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുമെന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു. ഞാൻ അവിടെ ഒന്നും നിൽക്കുന്നില്ല. ഇസ്രായേൽ മക്കളെക്കുറിച്ച് നമ്പേഴ്സിൻ്റെ പുസ്തകത്തിൽ കണ്ടു. മന്ത്രവാദം ചെയ്യാൻ വന്നവൻ എന്തു പറ്റുന്നറിയാം? മന്ത്രവാദം ഫെയിലായിപ്പോയി. മന്ത്രവാദം, സുരക്ഷയ്ക്കകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോട് മന്ത്രവാദം ചെയ്യാൻ പറ്റത്തില്ല. മന്ത്രവാദം ഫലിക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന ദൈവവൈതലെ, നിങ്ങൾ വ്യക്തിപരമായി അവൻ്റെ സുരക്ഷയ്ക്കകത്ത് വരണം. നിങ്ങൾ കുടുംബപരമായി അവൻ്റെ സുരക്ഷയ്ക്കകത്ത് വരണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ എപ്പോഴും ഓർത്തോ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, കുടുംബത്തിൽ, പ്രാർത്ഥനയിൽ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, സഭ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ആമേൻ. നമ്മുടെ വീടുകൾ പ്രൊട്ടക്റ്റഡ് ആകട്ടെ. അടുത്തത് നമ്മൾ കണ്ടു, ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു, ഇസ്രായേൽ മക്കൾ വിഗ്രഹാരാധനയിലേക്ക് പോയി. ശമൂവേൽ അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് തിരിഞ്ഞാൽ നിങ്ങളെ ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. നിങ്ങൾക്കറിയാമോ, വാളും കുന്തവും ഒന്നുമില്ലാത്ത ശമൂവേൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ശമൂവേലിന് വേണ്ടി യുദ്ധം ചെയ്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ശമൂവേലിന് വേണ്ടി യുദ്ധം ചെയ്തു. ശമൂവേൽ രാജാവല്ലായിരുന്നു. ശമൂവേലിൻ്റെ കൂട്ടത്തിൽ കുതിരയോ പടയാളികളോ കുന്തമോ ഒന്നുമില്ല. പക്ഷേ ആ പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ എന്തു പറ്റുമെന്നറിയാമോ? ദൈവം യുദ്ധം ചെയ്യും. അതൊരു വലിയൊരു പോഷനാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ നീതിയോടെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യാൻ ഇറങ്ങി വന്നിരിക്കും. ഹല്ലേലൂയ. അടുത്ത വിഷയങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. ദാവീദിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ കണ്ടായിരുന്നു. ദാവീദിൻ്റെ കാലത്ത് തുടരെ 3 സംവത്സരം ക്ഷാമമുണ്ടായി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതൊക്കെ? ദാവീദിൻ്റെ കാലത്ത് തുടരെ 3 സംവത്സരം ക്ഷാമമല്ല, 3 സംവത്സരം ക്ഷാമമുണ്ടായി. എപ്പോഴും ഓർത്തോ, നമ്മുടെ ജീവിതത്തിൽ തുടരെ ചിലത് വരുന്നുണ്ടെങ്കിൽ, ചിലരുടെ ജീവിതത്തിലെ ചില സൈക്കിൾസ് ഉണ്ട്, നന്മയുടെ സൈക്കിൾസ് ഉണ്ട്. ചിലരുടെ ജീവിതത്തിൽ ചില നെഗറ്റീവ് സൈക്കിൾസ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനെയൊന്നുമില്ലെന്നേ, ഈ പുള്ളി പ്രസംഗിച്ചിട്ട് പോട്ടെന്നേ, എൻ്റെ കർത്താവേ, ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്. പ്രശ്നം വരുമ്പം അവർ വെപ്രാളം പിടിച്ചു വരും. അന്നേരം കഴിഞ്ഞു, ആ സമയവും കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞു. ഇന്നാകുന്നു സുപ്രസാദകാലം, ഇന്നാകുന്നു രക്ഷാ ദിവസം എന്ന് പറയുന്നത് പോലെ, അടി കിട്ടിയിട്ട് മരുന്ന് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾ ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അടിഞ്ഞുകൂടിക്കിടക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ വേരോടെ പിഴുതുകളാ. ദൈവവചനം എത്ര ഡീപ്പിൽ ഇറങ്ങിച്ചെല്ലാനും പറ്റും. ആ ദൈവവചനം അയക്കുന്നത് ആരാന്നറിയാമോ? നിങ്ങൾ ഓരോരുത്തരുവാ. നിങ്ങൾ അയക്കേണ്ടിയത്. അതിനെ തകർത്ത് കളയാൻ വേണ്ടി പറ്റും. ദാവീദിൻ്റെ കാലത്തുള്ള ക്ഷാമത്തിൽ നിന്ന് ദാവീദ് വിടുതലായത് എങ്ങനെയാണെന്ന് നിങ്ങൾ കേട്ടു. ആലോചന ചോദിക്കാൻ പോയി. ഗിബിയോനിയരെ കൊല്ലുകുന്ന നിമിത്തമായിരുന്നു. ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ആമേൻ. അടുത്ത കാര്യത്തിലേക്ക് വരട്ടെ. ഈ പട്ടണത്തിൻ്റെ ചരിത്രം ഞാൻ ഗിദെയോൻ്റെ ചരിത്രം പറഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. നമുക്കിന്ന് പകൽ ഗിദെയോൻ്റെ ചരിത്രത്തിലേക്ക് പോകാം. ജഡ്ജസിൻ്റെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 6-ാം അധ്യായം 1-ാം വാക്യം. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് പിന്നെയും ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാൻ്റെ കയ്യിലേൽപ്പിച്ചു. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ചിലരുടെ ജീവിതത്തിലെ മിദ്യാൻ ഓടണമോ? 7 സംവത്സരം മിദ്യാൻ്റെ കയ്യിലേൽപ്പിച്ചു. വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാമോ, ഈ മിദ്യാൻ്റെയും അമാലിയക്കരുടെയും കിഴക്കേ ദേശക്കാരുടെയും പ്രശ്നം എങ്ങനെ വന്നതെന്ന്? നിങ്ങളുടെ ജീവിതവും കുടുംബമായിട്ട് ഓർത്തോ. ഇസ്രായേൽ മക്കൾ നിലം ഉഴുതുമറിക്കും, അല്ലേ? കട്ടി പിടിച്ച നിലം ഉഴുതുമറിക്കും. എവിടെങ്കിലും ബയോഡേറ്റ ഉണ്ടാക്കും, ഫോർമാറ്റ് നോക്കി ഉണ്ടാക്കും.
കഷ്ടപ്പെട്ട് വെയിലത്തും മഴയത്തും എല്ലാം നടന്നുപോയി അല്ലേ, വിതയ്ക്കും, കൊണ്ടുപോയി കൊടുക്കും. ജോലി കിട്ടി, ശരി, ഇവർ വിതച്ചു. ഞാൻ രണ്ടും കൂടെ അങ്ങ് കമ്പൈൻ ചെയ്ത് പറയാം. വിതച്ച് ജോലിയൊക്കെ കിട്ടി. സാലറി മേടിക്കുന്ന സമയമാകുമ്പോൾ, എൻ്റെ ദൈവമേ, സാലറി മേടിക്കുന്ന സമയമാകുമ്പോഴത്തേന് അത് പോയി. ഇസ്രായേൽ മക്കൾ വിതയ്ക്കും, വെള്ളമൊഴിക്കും, വളമിടും. കൊയ്യേണ്ട സമയമാകുമ്പോൾ, അതിന് മുളയെല്ലാം വരും. കൊയ്യേണ്ട സമയമാകുമ്പോൾ മിദ്യാന്യരും കിഴക്കേ ദേശക്കാരും അമാലേക്യരും ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒട്ടനവധി കടൽ തീരത്തെ മണൽത്തരി പോലെ അനേകം അസംഖ്യമായി ഇങ്ങോട്ട് വന്ന് മൊത്തം കൊയ്തുകൊണ്ട് പോവും. ബാക്കിയുള്ളത് മൊത്തം ചവിട്ടി തേച്ചിട്ട് പോവും. കാരണം ഇവൻ തിന്നരുത്. ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ കിടക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയാമോ? നമ്മൾ ഇന്നത് ചിന്തിക്കത്തില്ല. നമുക്ക് ആ പ്രശ്നത്തിൽ ചെന്നിട്ടേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുക, നിങ്ങളത് ചിന്തിച്ചാട്ടെ. നിങ്ങളുടെ നന്മകൾ ശത്രു കൊണ്ടുപോകാനുള്ളതല്ല, നിങ്ങളുടെ കൊയ്ത്ത് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാ. എത്രയോ കുടുംബങ്ങൾ വിതച്ചു, കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, പൈസ സ്വരൂപിച്ചു, ഒരു വീട് വെക്കാനുള്ള പണം സ്വരൂപിച്ചു. അന്നേരമായി ഏതാണ്ട് ഒരു രോഗം വന്നു, ആ അധ്വാനിച്ച പൈസ മൊത്തം ഹോസ്പിറ്റലിൽ പോയി. ചിലർ പണം സ്വരൂപിച്ചു, ജോലിയുടെ പൈസ അല്പം പിടിച്ചു, ഒരു വണ്ടി മേടിക്കാൻ വേണ്ടി വെച്ചു. അന്നേരം അടുത്തൊരു പ്രശ്നം വന്നു, ആ പണം പോയി. അടുത്തത് മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പണം സ്വരൂപിച്ചു വെച്ചു, കാര്യങ്ങൾ സ്വരൂപിച്ചു. എന്തോ മറ്റൊരു കാര്യം വന്നു പെട്ടു. എങ്ങനെ വന്നേന്നറിയത്തില്ല, ആ പണം മൊത്തം പോയി. ഇന്ന് ഞാൻ കടക്കാരനാകണം, ഇന്ന് ഞാൻ കടം മേടിക്കണം. കൊയ്യേണ്ട സമയമാകുമ്പോൾ എഴുന്നേറ്റ് വരുന്ന മിഥ്യാൻ തകർന്നു മാറണമോ? ഇന്ന് പകൽ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നീ കയറി വന്നാൽ, ഓ ജീസസ്, എത്രയോ ചില കുഞ്ഞുങ്ങൾക്ക് എക്സാമിൻ്റെ സമയമാകുമ്പോൾ അവരുടെ കൈകളും കാലുകളും വിയർക്കുക. എത്രയോ കുഞ്ഞുങ്ങൾ എക്സാമിൻ്റെ സമയമാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകാറുണ്ടെന്നറിയാമോ? എക്സാം എഴുതാൻ പറ്റത്തില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർ വീണ്ടും പോയി എക്സാം എഴുതി, റിസൾട്ട് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ആ സമയത്ത് രോഗം വന്നതുകൊണ്ട് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ല. ഒത്തിരി % മാർക്ക് കുറവായിട്ടാണ് കിട്ടിയത്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഇത് ആഴത്തിൽ മനസ്സിലാക്കാൻ ഞാൻ പറയട്ടെ. ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ബ്രദർ, എനിക്കൊരു ജോലി കിട്ടി, ഗവൺമെൻറ്റിൻ്റെ ജോലി കിട്ടി. 2-3 ആഴ്ച കഴിഞ്ഞപ്പം ഈ മകൾ എന്നെ വിളിച്ചു പറയുക, പാസ്റ്ററെ, എനിക്ക് ആ ജോലിക്ക് കയറാൻ പറ്റിയില്ല. മൺഡേ ആയിരുന്നു എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടത്. ഫ്രൈഡേ ആയപ്പോൾ എൻ്റെ കാലിലൊരു പരു വന്നു. ആ പരു വന്നിട്ട് അന്ന് രാത്രി കൊണ്ട് നീരായി തീർന്നു. എനിക്ക് കാല് നിലത്ത് വെക്കാൻ പറ്റത്തില്ല. സാറ്റർഡേ ആയപ്പോഴത്തേന് എൻ്റെ കട്ടിലിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. എൻ്റെ കാല് തൊട്ട് എങ്ങും തൊടിവിച്ചെങ്ങും പോകാൻ പറ്റത്തില്ല. എൻ്റെ കാലിൽ ഭയങ്കര വേദനയാണ്. മൺഡേ ഞാൻ ചെന്ന് ജോയിൻ ചെയ്യേണ്ടിയായിരുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ ജോലി എന്നിൽ നിന്ന് മാറിപ്പോയി. സമയമാകുമ്പോൾ എഴുന്നേറ്റ് വരുന്ന പ്രശ്നങ്ങൾ, മിഥ്യാന്യ ശക്തികൾ ദൈവവചനം ആഴത്തിൽ പഠിപ്പിക്കുക. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവവൈതലേ, നിന്റെ ഉയർച്ചയുടെ സമയമാകുമ്പോൾ എഴുന്നേറ്റ് വരാനുള്ളതല്ല മിഥ്യാൻ. ഇന്ന് പകൽ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പേ, ഈ സ്റ്റെപ്സുകൾ നിങ്ങൾ താഴേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ, നിങ്ങൾ ദൈവത്തിൻ്റെ സുരക്ഷയ്ക്കകത്ത് കയറിയിട്ട് പോകാൻ പറ്റും. ഒരു മിഥ്യ നിന്നോട് അടുക്കാതെ, ഒരു അമാലിയക്ക് നിന്നോട് അടുക്കാതെ, ഒരു കിഴക്കേ ദേശക്കാരൻ നിന്നോട് അടുക്കാതെ, നിന്റെ ചുറ്റിനും വേലി കെട്ടി, നിന്റെ അനുഭവങ്ങൾക്ക് ചുറ്റും വേലി കെട്ടി നിന്നെ സൂക്ഷിക്കാൻ കഴിയുന്ന ശക്തനായ ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ബൈബിളിലെ ഭാഗങ്ങൾ, ആ ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരട്ടെ, എന്നിട്ട് നമുക്ക് മുമ്പിലോട്ട് പോകാം അല്ലേ. വിതച്ചിരിക്കുമ്പോൾ വന്ന് കൊയ്തുകൊണ്ട് പോകും. അവർ ചുറ്റും ഗസ വരെ പാളയമിറങ്ങി ഇസ്രയേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കത്തില്ല. 5-ാം വാക്യം, അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടുക്കിളിയെപ്പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് നാശം ചെയ്യും അല്ലേ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിക്കാൻ വേണ്ടി നിലവിളിക്കാൻ തുടങ്ങിയ സമയത്ത് യഹോവ അവരുടെ നടുവിലേക്ക് ഒരു പ്രവാചകനെ അയച്ചു. 8-ാം വാക്യം, ഒരു പ്രവാചകനെ അയച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു.
വായിച്ചാട്ടെ. നിലവിളിച്ചപ്പോൾ ഈ പ്രശ്നങ്ങൾ, ആഹാരമില്ല, ശത്രു വന്ന് ആക്രമിക്കുന്നു. ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ ഗുഹകളിലും ഇവരെ പേടിച്ചു പോയി താമസിച്ചുകൊണ്ടിരിക്കുക, ഒളിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുക, വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, പേടിയാ. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ നിലവിളി ഉയർന്നപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം ഒരു പ്രവാചകനെ അയച്ചു. നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചോണേ, ദൈവം അവിടെ ഇറങ്ങി വരികയല്ല. എന്ത് ചെയ്തു? ഒരു പ്രവാചകൻ. നിങ്ങളൊന്ന് പറഞ്ഞും കൂടെ വന്നാട്ടെ. എന്തു ചെയ്തു? ഒരു പ്രവാചകനെ അയച്ചു. ഇന്ന് നിങ്ങളുടെ നടുവിൽ ദൈവവചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതൊരു പ്രവചന ശബ്ദമാണ്. ഇതേ വിഷയത്തിൽ കിടക്കുന്ന ചില ദൈവമക്കളെ ഉയർത്താൻ, കരകയറ്റാൻ, 2020 നിന്റെ ജീവിതത്തിൽ ചോർച്ച വരാതിരിക്കാൻ, 2020 അവൻ്റെ ഉള്ളംകരങ്ങളിൽ നിന്നെ ഉയർത്താൻ ദൈവം ഒരു പ്രവാചകനെ അയച്ചു. നിങ്ങളോട് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുക. എന്തിനാണെന്നറിയാമോ? നിന്റെ വിടവുകളെ നികത്താൻ, നിന്റെ ചോർച്ചകളെ അടയ്ക്കാൻ. നമ്മൾ പലപ്പോഴും ചെയ്യുന്നതെന്തോ അറിയാമോ? നമ്മുടെയൊക്കെ ദൂത് മതി, നമുക്ക് ദൂതും. പക്ഷെ ദൂത് നിറവേറണമോ? വചനത്തിൽ ജീവിക്കണം. ഇല്ലെങ്കിൽ ദൂത് നിറവേറത്തില്ല. നിങ്ങൾ ഒരുപക്ഷെ എന്നോട് ദേഷ്യം വരാതിരിക്കാം, പക്ഷെ ട്രീറ്റ്മെൻറ്റ് തരുമ്പോൾ നന്നായിട്ട് തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഓർക്കട്ടെ, ഈ പാസ്റ്റർ എന്താ പറഞ്ഞ ദൂത് പറഞ്ഞാൽ നിറവേറത്തില്ലയോ? ഞാൻ പറയുന്നു, ദൂത് നിറവേറണോ? നിങ്ങൾ വചനത്തിൽ ജീവിക്കണം. അവൻ്റെ സാന്നിധ്യത്തിൽ ജീവിച്ചെങ്കിലേ നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ, വാക്തത്വത്തിൽ എത്താൻ പറ്റുകയുള്ളൂ. വാക്തത്വത്തിൽ എത്തിക്കുന്നത് പ്രവാചകനല്ല, പ്രസംഗിക്കുന്ന പാസ്റ്ററല്ല. വാക്തത്വത്തിൽ എത്തിക്കുന്നത് നിന്നോട് വാക്തത്വം ചെയ്തവനെ എത്തിക്കുന്നത്. ആമേൻ. ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ദൈവം പ്രവാചകനെ അയച്ചു. ദൈവം ചിലപ്പോൾ ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന നിങ്ങൾക്ക് വ്യത്യസ്തമായി നിങ്ങളുടെ അടുക്കൽ വരാം. നിങ്ങളതിനെ തള്ളിക്കളയരുത്. അതിന് കൊടുക്കേണ്ട വില കൊടുത്ത്, അത് ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിച്ച്, നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് അതിനുവേണ്ടി പ്രതിവിധി ചെയ്താൽ ആ വിഷയത്തിൽ നിന്ന് ദൈവം നിങ്ങളെ കരകയറ്റാനിടയാകും. പ്രവാചകനെ അയച്ചു. അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിലാ ഈ വിശപ്പ് സഹിക്കാൻ വയ്യ. കൃഷി ചെയ്യുന്നതെല്ലാം ആര് കൊണ്ടുപോകുക? മിദ്യാൻ കൊണ്ടുപോകുക. അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തില്ല യോവേഷിൻ്റെ മകനായ ഗിദെയോൻ. ആ പുള്ളി പേടിത്തൊണ്ടനുമാണെന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിശപ്പ് സഹിക്കാൻ വയ്യാതെ പുള്ളി ഗോതമ്പ് കൊയ്തുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? മുന്തിരിച്ചക്കിന് അരിയെ കൊണ്ടുവന്ന് വിതച്ചോണ്ടിരിക്കുക. അത് മുന്തിരിയുടെ കാലമല്ലായിരുന്നു. പുള്ളി അത്രയും ബുദ്ധി ചെയ്തു. മുന്തിരിയുടെ സീസൺ അല്ലായിരുന്നത് കൊണ്ട് മിദ്യാനിന് അവിടേക്ക് വരത്തില്ലെന്നറിയാം. അവിടെ കൊണ്ടുവന്ന് പുള്ളി ഗോതമ്പ് മെതിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ അവിടോട്ട് ചെന്നിട്ട് ഒറ്റ വിളിച്ചു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. താൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ദൂതനെ, യഹോവ ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഗതി വരുമോ? അല്ലേ? പലരുടെയും ചോദ്യം ഇന്ന് അങ്ങനെ. ഞാൻ കർത്താവിനെ സേവിക്കാൻ പോകുന്നു, ഞാൻ ആരാധിക്കാൻ പോകുന്നു, ഞാൻ കൈയടിക്കുന്നു, പാട്ടുപാടുന്നു, പള്ളിയിൽ പോകുന്നു. പക്ഷെ എന്തും കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നം വന്നത്? എന്തും കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ നഷ്ടങ്ങൾ വന്നത്? ഇന്ന് നിങ്ങളോടുകൂടെ ദൈവത്തിന് ആത്മാവ് സംസാരിക്കുക. എന്തുവെന്നറിയാമോ? ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ തുറക്കപ്പെട്ട വാതിൽ, അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്തത് നമ്മുടെ കൈകളിൽ വെച്ചോണ്ടാണ് നമ്മൾ ആരാധനയ്ക്ക് വരുന്നത്. ഇന്ന് പകൽ അതിനെ മൊത്തം എടുത്ത് ചുട്ടുകളാ, ഇന്ന് പകൽ അതിനെ മൊത്തം എടുത്ത് തകർത്തുകളാ. എന്നിട്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാമെങ്കിൽ അവൻ ഏകനായി വിടുവിക്കുന്നവനാ. അവന് നമ്മെ വിടുവിക്കാൻ മറ്റൊരുത്തൻ്റെ സഹായം വേണ്ട. അവൻ്റെ ഭുജം ഒരു ദൈവവൈദ്യന് വേണ്ടി നീട്ടിക്കഴിഞ്ഞാൽ, ഹല്ലേലൂയ. ഗിദെയോൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം യഹോവ എന്നോട് കൂടെ ഉണ്ട്, എനിക്ക് ഗതി വരുമോ? നിങ്ങൾക്കറിയാം, ദൂതൻ്റെ അടുക്കൽ താൻ ഒരു അടയാളം ചെയ്തു. അതിൻ്റെ പ്രോസസ്സ് ഞാൻ പറഞ്ഞു വരിക. നിങ്ങൾക്ക് ആ ദൂതൻ അവിടെ വന്നു, സംസാരിച്ചു, അവിടെ ഒരു യാഗം നടത്തി, എല്ലാം നടത്തി കഴിഞ്ഞ് നിങ്ങൾക്കറിയാമോ, ഗിദെയോൻ അവിടെ ഒരു യാഗപീഠം പണിയുന്നുണ്ട്. അതിൻ്റെ 24-ാമത്തെ വാക്യം, ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ ശാലേം എന്ന് പേരിട്ടു. അത് ഇന്ന് വരെയും അബിശ്രയിലുള്ള ഒഫ്രയിലുണ്ട്. നിങ്ങൾ ഓർത്താട്ടെ, ദൈവത്തിൻ്റെ ദൂതൻ്റെ ഇടപെടിയിൽ നടന്നു. ദൈവത്തിൻ്റെ ദൂതൻ യാഗം നടത്തി. ദൂതൻ ആ അടയാളത്തിന് വേണ്ടി നടത്തി. ഞാൻ ദൈവത്തെ കണ്ടല്ലോ, ഞാൻ മരിച്ചു പോകുമല്ലോ എന്നൊക്കെ ഗിദെയോൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാട്ടെ, ഗിദെയോൻ പറയുന്നുണ്ട്. അതിനുശേഷം ഗിദെയോൻ പോയി ഒരു യാഗപീഠം പണിതു. നിങ്ങൾക്ക് വിടുതൽ വേണമോ? വചനം കേട്ടിട്ട് പോകല്ല, ഇന്ന് പകൽ പോയി യാഗപീഠം പണിയണം. വിടുതൽ വേണമോ? ദൈവവൈതലേ, നിങ്ങൾ ഇന്ന് പകൽ പോയി മീറ്റിംഗ് കഴിഞ്ഞിട്ട് നാളത്തേന് മാറ്റിവെക്കല്ലേ.
ഇന്ന് പകൽ പോയി നിങ്ങൾ യാഗപീഠം പണിയണം. യാഗപീഠം പണിത് യാഗം നടത്തി അതിന് യഹോവ ശാലേം എന്ന് പേരിട്ടു. അന്ന് രാത്രി യാഗപീഠം പണിത അന്ന് രാത്രി ദൈവം സ്വപ്നത്തിൽ ഗിദെയോനോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. എന്തുവാണ് റൂട്ട് എന്നുള്ളത്, എന്തുവാ സംസാരിച്ചെന്നറിയാമോ? അന്ന് രാത്രി യഹോവ അവനോട്, നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. ഈ ദുർഗത്തിൻ്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെ എടുത്ത് നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറകുകൊണ്ട് ഹോമയാഗം കഴിക്കുക. നിങ്ങളിനി ശ്രദ്ധിച്ചേട്ടെ, ഞാൻ പറഞ്ഞു പോകാം. അന്ന് രാത്രി ദൈവം ഗിദെയോനോട് സംസാരിച്ചു. അതിൻ്റെ റൂട്ട് എന്തുവാണ്? ഈ ഗിദെയോൻ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നു, ഞാനും അങ്ങനെ ആയിരിക്കും. പുള്ളി അതിനെ ന്യൂട്രലൈസ് ആക്കാൻ പോയില്ല. ആരെന്ത് വിചാരിച്ചാലും എൻ്റെ കുടുംബത്തിൽ മറ്റുള്ള മക്കൾ ചെയ്യട്ടെ, അവരൊക്കെ ഉണ്ടല്ലോ, അവരും കൂടി ഇരിക്കട്ടെ, അനുഭവിക്കട്ടെ എന്നല്ല പറഞ്ഞിരുന്നത്. ദൈവം നിന്നോട് ഇടപെടുന്നത്, ദൈവം നിൻ്റെ അകത്തുനിന്ന് ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നു. നിന്റെ കയ്യിൽ ഒരു റെസ്പോൺസിബിലിറ്റി ദൈവം തരുമ്പോൾ ഓർത്തുകൊള്ളുക. നീ അതിനോട് പ്രതികരിക്കാതിരുന്നാൽ ദൈവം 1-2 പ്രാവശ്യം ഇടപെട്ടേക്കും. പക്ഷെ വീണ്ടും എന്നും ഇടപെടുമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കല്ല. ഇന്ന് പകൽ ചില ദൈവമക്കൾ ഇത് സീരിയസ് ആയി എടുക്കാൻ വേണ്ടി ഞാൻ ഇത് പറയുന്നത്. ഗിദെയോനോട് പറഞ്ഞു, നിന്റെ അപ്പനുള്ള അശേര പ്രതിഷ്ഠയും ബാലിൻ്റെ ബലിപീഠത്തെയും നീ നിന്റെ അപ്പൻ്റെ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയും കൊണ്ട് ചെന്ന് അതിനെ ഇടിച്ചു കളഞ്ഞ് അവിടെ അതിനെ വെട്ടി യാഗം നടത്ത്, നിയമപ്രകാരം അതിനെ യാഗം നടത്ത്. പാരമ്പര്യ ശക്തികളെക്കുറിച്ച്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിച്ച് അവരതിനു വേണ്ടി പ്രാർത്ഥിക്കാനും മുഴങ്കാലും അടക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ചില ആൾക്കാരുടെ ഉദാഹരണം അറിയാം, പക്ഷെ ഞാൻ ആൾക്കാരെ ഒന്നും പറയുന്നില്ല. അവർ പലപ്പോഴും എന്നെ വിളിച്ചു പറയാറുണ്ട്, ഇത്രയും നാളും എന്നെ കറക്കിയ പാരമ്പര്യ ശക്തികൾ എൻ്റെ സ്വപ്നങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങി. എനിക്കറിയത്തില്ലായിരുന്നു. എനിക്കിപ്പം അറിയുന്നു, ഇന്ന സ്ഥലത്തുനിന്ന് അത് വന്നത്, ഇന്ന സ്ഥലത്തുനിന്ന് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു, ഇന്ന സ്ഥലത്തുനിന്ന് എൻ്റെ നന്മ കൊണ്ടുപോയി, ഇന്ന വഴി കൂടെ അത് വന്നത് എന്നെല്ലാം ഈ വിഷയത്തിന് വേണ്ടി ഞാൻ മുഴങ്കാലം അടക്കിയപ്പോൾ ഇത് വെളിപ്പെട്ടു വരുന്നു. ഇനിയും എനിക്ക് മനസ്സിലായി, ദൈവമേ ഇതിനെ എങ്ങനെ ജയിക്കണമെന്ന്. ദൈവമേ ഇതിലെ വെളിച്ചം വരാതെ ഇരുള് മാറത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? വെളിച്ചം ചില മേഖലകളിലേക്ക് അടിക്കാതെ അവിടെ ഉണ്ടായിരിക്കുന്ന ഇരുള് മാറത്തില്ല. ഇരുളിൻ്റെ ശക്തിയുടെ പ്രത്യേകത, അതിൻ്റെ ഇഷ്ടം എന്തുവാണെന്നറിയാമോ? എന്നും അതേ ഭാഗം ഇരുട്ടി തന്നെ ആയിരിക്കണം. പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേകത അല്ല, അവൻ്റെ ശരീരത്തിൽ ഒട്ടും ഇരുട്ടില്ലാതെ വണ്ണം അവൻ്റെ തേജസ് അവൻ്റെ ശരീരം മൊത്തം പ്രതിബിംബിക്കണമെന്ന ദൈവത്തിൻ്റെ ഇഷ്ടം. ഇന്ന് പകൽ നമ്മൾ എന്തിൻ്റെ കൂടെ നിൽക്കും? ഗിദെയോനോട് പറഞ്ഞു, നീ പോയി ഇടിച്ചു കളയാൻ പറഞ്ഞു. ഗിദെയോൻ അടുത്ത 10 പേരെ കൂട്ടിക്കൊണ്ട് അന്ന് ചെയ്യാതെ അടുത്ത ദിവസം തൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട്, പകൽ സമയത്ത് ചെയ്യാതെ അടുത്ത ദിവസം രാത്രി പോയി ബാലിൻ്റെ ബലിപീഠങ്ങൾ എല്ലാം ഇടിച്ചു കളഞ്ഞു. ആ സംഭവങ്ങൾ ഇനി ഞാൻ പറഞ്ഞു പോകട്ടെ, ഇനി വായിക്കുന്നില്ല. എല്ലാം ഇടിച്ചു കളഞ്ഞ് യാഗം നടത്തി ദൈവം പറഞ്ഞതുപോലെ സകല കാര്യങ്ങളും ചെയ്തു. എല്ലാം ചെയ്തു കഴിഞ്ഞ് പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ മൊത്തം ഇടിഞ്ഞു കിടക്കുന്നു, മൊത്തം തകർന്നു കിടക്കുന്നു. അടുത്ത നാട്ടുകാരെല്ലാം കൂടെ വരാൻ തുടങ്ങി. ഇതാരാ ബാലിൻ്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞ് അവന് വേണ്ടി വാദിക്കാൻ തുടങ്ങി. ആ സമയത്ത് ദൈവം മറ്റൊരുവനെ എഴുന്നേൽപ്പിച്ചു. എന്തിനാണെന്നറിയാമോ? ഇവന് വേണ്ടി വാദിക്കാൻ. ദൈവത്തിന് വേണ്ടി നീ വിശുദ്ധിയോടെ നിന്ന് കഴിഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടി തക്ക സമയത്ത് ചിലരുടെ നാവിൽ കൂടെ പ്രവർത്തിച്ചിരിക്കും. ഞാൻ പറയുന്ന വേർഡുകളുടെ അർത്ഥം അതൊക്കെ, ആ വേർഡുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ ഒത്തിരി സമയം പോകും. ദൈവത്തിനു വേണ്ടി നീ നീതിയോടെ പ്രവർത്തിച്ചാൽ, നിനക്ക് വേണ്ടി ദോഷമായി സംസാരിക്കാൻ ആരെങ്കിലും വന്നാൽ, നീ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ അവിടെ വന്ന് നിന്നെ അവിടുന്ന് മാറ്റിക്കളയും. എന്താ കാര്യമെന്നറിയാമോ? ദൈവം അതിനെ നടുവിൽ ഇൻ്റർവ്യൂൻ ചെയ്യുക, ദൈവത്തിൻ്റെ വിരലുകൾ അതിനെ നടുവിൽ ചലിക്കുക. അങ്ങനെ അനുഭവം ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾക്കറിയാം, അടുത്ത ദിവസത്തെ ചില ചരിത്രങ്ങൾ ഞാൻ ഓടിച്ചു പറയട്ടെ. ഗിദെയോൻ അടുത്ത ഇസ്രായേൽ മക്കൾക്ക് നേരെ മിദ്യാന്യരും കിഴക്കേ ദേശക്കാരും അവരെല്ലാം കൂടെ യുദ്ധത്തിന് വരുമ്പോൾ ഗിദെയോനും കൂട്ടരും കൂടെ യുദ്ധത്തിന് പോകുക. ദൈവം തെരഞ്ഞെടുത്ത 300 പേരുമായിട്ട് താൻ യുദ്ധത്തിന് പോകുക. എന്നിട്ടും ഗിദെയോന് ഗിദെയോൻ പേടിത്തൊണ്ടനാന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗിദെയോനോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, ഗിദെയോനെ, ശത്രു വന്നവിടെ പാളയം അടിച്ചിരിക്കുക, നിന്നെ ഒന്ന് ബലപ്പെടുത്താൻ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുക, പക്ഷെ നീ എൻ്റെ കൂടെ ഒന്ന് നിൽക്കണം. നീ എൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിക്കപ്പെട്ടാൽ മതി, എൻ്റെ കൈ നിന്റെ അകത്തൂടെ പ്രവർത്തിച്ചോളും.
ദൈവത്തിന് നീ പ്രവർത്തിപ്പാൻ, അവൻ്റെ കൈ നിന്റെ അകത്തൊന്ന് ചലിക്കാൻ നീ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കരം നിന്നിൽ കൂടെ ചലിച്ചിരിക്കും. ദൈവത്തിൻ്റെ കണ്ണുകൾ നിന്റെ കണ്ണിൽ കൂടെ കണ്ടിരിക്കും. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിന്നിൽ കൂടെ സംഭവിക്കുവാൻ നീ അവൻ്റെ കയ്യിലെ ഉപകരണമാക്കി, നീ അവൻ്റെ കയ്യിലെ ഒരു മിനുങ്ങിയ മെനഞ്ഞ ഒരു അമ്പാക്കി നീ മാറ്റപ്പെടുക്കാമെങ്കിൽ. ഗിദെയോനോട് ദൈവം പറഞ്ഞു, ഗിദെയോനെ, നീ ഇന്ന് ശത്രുവിൻ്റെ പാളയത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണം. നീ തന്നെ പോകണ്ട, നീ പേടിയല്ലേ, നീ നിന്റെ ബാല്യക്കാരനായ പൂരയും കൊണ്ടുകൂടെ അവിടെ വരെ ഒന്ന് ഇറങ്ങിച്ചെല്ലണം. അവിടോട്ട് ഇറങ്ങിച്ചെല്ലുക. പുള്ളി പേടിച്ച് അവരുടെ ആയുധപ്പാണികൾ ഉള്ള സ്ഥലം വരെ പുള്ളി ചെല്ലുക. അവിടെ ചെന്ന് ആയുധപ്പാണികളുടെ അടുക്ക ചെല്ലുമ്പോൾ ഒരു ശത്രുപാളയത്തിൽ നിന്ന് 2 വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്നത് ആര് കേൾക്കാന്നറിയാമോ? പറഞ്ഞാട്ടെ, ഗിദെയോൻ കേക്ക് എന്തോ പറയുന്നത് അറിയാമോ? ഒരുത്തൻ പറയാ, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു, ഇസ്രയേലിൻ്റെ പാളയത്തിൽ നിന്ന് ഒരു യവത്തപ്പം ഉരുണ്ടു വരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു, യവത്തപ്പം എന്ന് പറഞ്ഞാൽ കട്ടിയില്ലാത്ത സാധനമാണ്. ഗോതമ്പിൻ്റെ അപ്പത്തിനാന്നെ കുറച്ചും കൂടെ കട്ടിയുണ്ട്, അല്ലേ? വേറെ മൈദയുടെ സാധനമാണ്, കുറച്ചും കൂടെ കട്ടിയുണ്ട്. പക്ഷേ ഈ യവത്തപ്പത്തിന് വലിയ കട്ടിയൊന്നുമില്ല, അധികം നേരം വെക്കാനും കൊള്ളത്തില്ല. പക്ഷേ ഇസ്രയേലിൻ്റെ പാളയത്തിൽ നിന്നൊരു യവത്തപ്പം ഉരുണ്ടു വന്ന് മിദ്യാൻ്റെ പാളയത്തെ മറിച്ച് കളയുന്നത് ഞാൻ കണ്ടുവന്ന് ശത്രു ഒരു ശത്രുവിനോട് പറയുമ്പം മറ്റവൻ വ്യാഖ്യാനിക്കുക. ചില സമയത്ത് ഇതൊക്കെ സംഭവിക്കും കേട്ടോ. കാരണം ദൈവത്തിൻ്റെ കരങ്ങളിലുള്ള ഒരുത്തനെ ബലപ്പെടുത്താൻ ദൈവം ചിലപ്പം പിശാചിനെ വരെ ഉപയോഗിക്കും. പല സമയത്ത് നമ്മൾ അറിയാത്ത ചില മേഖലകളിൽ അഭിഷേകം ചലിക്കാറുണ്ട്. പേടിത്തൊണ്ടനായ ഗിദെയോനെ ബലപ്പെടുത്താൻ വേണ്ടി ശത്രു എന്ന് പറയുക, ആ ഉരുണ്ടു വന്ന യവത്തപ്പം ഉണ്ടല്ലോ, അത് മറ്റാരുമല്ല, യോവേശിൻ്റെ മകനായ ഗിദെയോൻ്റെ വാള. മൈ ഗാഡ്. പേടിത്തൊണ്ടനെ, നിന്റെ പേര് ഫേസ്ബുക്കിലില്ല, പേടിത്തൊണ്ടനെ നിന്റെ പേര് വാട്സപ്പിലില്ല, ഇൻസ്റ്റാഗ്രാമിലില്ല, നിന്നെ ആർക്കും അറിയത്തില്ല. നീ വിശപ്പിന് വേണ്ടിയല്ലേ ആ ഗോതമ്പ് കൊയ്തുകൊണ്ട് മുന്തിരിച്ചക്കൻ അരികൊണ്ട് മെതിച്ചത്. പക്ഷെ നീ ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് നിന്റെ അകത്തേക്ക് ബലം വ്യാപരിക്കുക മാത്രമല്ല, നിന്റെ പേരിൽ ശത്രുപാളയത്തിൽ അവൻ ഭയമിടാൻ പോകുക. നിന്റെ അകത്തുള്ള ഭയമുണ്ടല്ലോ, അവൻ എടുത്ത് ശത്രുവിൻ്റെ പാളയത്തിലേക്ക് ഇടാൻ പോകുക. ഇന്ന് പകൽ പേടിച്ചിരിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും ദൈവഹിതമല്ലാത്തതുണ്ടെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ കൈനീട്ടാമെങ്കിൽ എൻ്റെ ദൈവം ശത്രുവിൻ്റെ പാളയത്തിലേക്ക് നിങ്ങളുടെ മേലുള്ള ഭയത്തെ ഇടും. നിങ്ങളുടെ വാളാൽ ദൈവം വെറുക്കുന്നതിനെ ഞാൻ വെറുത്തിരിക്കും, ദൈവം സ്നേഹിക്കുന്നതിനെ ഞാൻ സ്നേഹിച്ചിരിക്കും. നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിരുന്നാട്ടെ ആ വേർഡ്, ദൈവം സ്നേഹിക്കുന്നതിനെ ഞാനും സ്നേഹിക്കും, ദൈവം വെറുക്കുന്നതിനെ ഞാനും വെറുക്കും. ദൈവം എന്തിനോട് മിണ്ടാതിരിക്കുന്നു, സൈലൻ്റ് ആയിരിക്കുന്നു, അവിടെ ഞാനും സൈലൻ്റ് ആയിരിക്കും. ദൈവം എന്തിനെക്കുറിച്ച് ഒത്തിരി പറയുന്നു, അവിടെ ഞാനും ഒത്തിരി സംസാരിക്കും. ദൈവത്തിൻ്റെ സ്വഭാവം പോലെ എന്നെ ഒന്ന് മാറ്റിയെടുക്കാമോ? എൻ്റെ കർത്താവ് പറയേ, ശത്രുവിൻ്റെ പാളയത്തിൽ ധൈര്യമുള്ളവൻ്റെ പേരിലല്ല അവൻ സ്വപ്നമിടുന്നത്. പേടിത്തൊണ്ടനെന്ന് പറഞ്ഞ അപ്പനും അമ്മയും നാട്ടുകാരും എല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാൽ, നീ എൻ്റെ കാര്യത്തിനു വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി കൈനീട്ടിയത് കൊണ്ട് നിൻ്റെ പേരിൽ ഞാൻ ശത്രുപാളയത്തിൽ സ്വപ്നങ്ങളെ അയക്കാൻ പോകുക. എന്നിട്ട് അവനെയും കൊണ്ട് തന്നെ വ്യാഖ്യാനിപ്പിക്കാൻ പോകുക. ഗിദെയോൻ അങ്ങ് ബലപ്പെട്ടു. അടുത്ത ദിവസത്തെ യുദ്ധത്തിന് വേണ്ടി പോകുക. യുദ്ധത്തിന് വേണ്ടി പോയി ഗിദെയോനും സൈന്യവും ജയിച്ചു. ആ ജയിക്കാനുള്ള മെത്തേഡും കൂടെ ദൈവം പറഞ്ഞു കൊടുത്തു, അല്ലേ? കുടമുടച്ച് പന്തം തെളിയിച്ച്, അല്ലേ? യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാള നാർത്തുകൊണ്ട് ശത്രുവിൻ്റെ നേരെ ചെന്നു. ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഗിദെയോൻ്റെ കാലത്തൊക്കെയും മിദ്യാൻ പിന്നെ ഇങ്ങോട്ട് വന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇടിച്ചു കളയേണ്ടിയതിനെ, പറഞ്ഞാട്ടെ, ഇടിച്ചു കളയണം. തകർത്ത് കളയേണ്ടിയതിനെ തകർത്ത് കളയണം. കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കണം, അല്ലേ? ഞാൻ പൈസ വന്ന് എവിടുന്നേലും മേടിച്ച് മോഷ്ടിച്ചിട്ട് പള്ളി വന്ന് കോട്ട് വിട്ട് പ്രസംഗിക്കല്ലേ. തമ്പുരാൻ്റെ അടി മേടിച്ച് കിട്ടും. കൊടുക്കാനുള്ളത്, പറയാനുള്ളത്. ദൈവസന്നിധി വരുമ്പം നീതിയോടെ വന്നാൽ, അല്ലേ? മനുഷ്യനെ കളിപ്പിച്ചിട്ട്, പാവങ്ങളെ ഉപദ്രവിച്ചിട്ട്, മറ്റുള്ളവനെ കളിയാക്കിയിട്ട്, നിന്ദിച്ചിട്ട്, മറ്റുള്ളവൻ്റെ നേരെ അമ്പ ചെയ്തിട്ട്, ഇടിച്ചു കളയേണ്ടതിനെ ഇടിച്ചു കളയണം, തകർത്ത് കളയേണ്ടതിനെ. ആ പ്രാർത്ഥനയ്ക്കാ വിജയം. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ആ പ്രാർത്ഥനയ്ക്കാ
ബലമുള്ളത്. ഗിദെയോൻ അത് ചെയ്തു കഴിഞ്ഞിട്ട് ഗിദെയോനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. മിദ്യാൻ ഒതുങ്ങി. ദൈവവചനത്തിൽ പഠിപ്പിക്കുന്നു, മിദ്യാൻ പിന്നെ ഇങ്ങോട്ട് വന്നതേയില്ല. ഇന്ന് പകൽ നമ്മുടെ നന്മകൾ നഷ്ടമായി പോകുന്നെങ്കിൽ, നമ്മുടെ കൊയ്യണ്ടി അനുഭവങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ, ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നമ്മുടെ കൈകളെ വെടുപ്പാക്കി അവൻ്റെ മുഖം അന്വേഷിക്കാമെങ്കിൽ അവൻ നിന്നെ എഴുന്നേൽപ്പിച്ച് ഇസ്രായേലിന് ചുറ്റും വേലി കെട്ടുവാൻ അവൻ ശക്തനാ. ഇടിച്ചു കളയേണ്ടത് ഇടിച്ചു കളഞ്ഞാട്ടെ. നിങ്ങളുടെ നന്മകൾ അനുഭവങ്ങൾ നഷ്ടമായി പോകുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി കൈനീട്ടാമോ? ഇന്ന് പോയി യാഗപീഠം പണിത്. ഞാൻ പറഞ്ഞത് മനസ്സിലായ ദൈവമക്കൾ ഉണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ അവിടെ നിന്ന് മാറി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരികയാണ്. നമുക്ക് ഹായി പട്ടണത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് വരാം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ യെരിഹോ മതിലിന് നേരെ പോയി. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചട്ടെ, ആ വാക്യം നമുക്ക് വായിക്കാം. ഇസ്രായേൽ മക്കൾ യെരിഹോ മതിലിന് നേരെ പോയി. യെരിഹോ മതിൽ ഇടിഞ്ഞു. എരിഹോ മതിലിനെ, വമ്പൻ മതിലിനെ ദൈവം തകർത്തു. വീണ്ടും അവർ എരിഹോ സമഭൂമിയിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു പട്ടണം, ആ പട്ടണത്തിൻ്റെ പേര് ഹായി എന്നായിരുന്നു. ആ പട്ടണത്തിന് നേരെ യുദ്ധത്തിന് പോകാൻ യോശുവ ജനത്തോട് പറഞ്ഞു. അപ്പം പറഞ്ഞു, എല്ലാവരും കൂടെ ഒരുമിച്ച് പോകണ്ട, കുറച്ച് 3000 പേരോ കുറച്ച് പേര് മാത്രം അങ്ങോട്ട് പോയാൽ മതി. ഇവർ യുദ്ധത്തിന് വേണ്ടി അങ്ങോട്ട് പോയിട്ട് അല്ലേ തിരിച്ച് പരാജയപ്പെട്ട് കുറേ പേര് ചത്തുപോയി. കുറേ പേരെ വാളിൻ്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കളഞ്ഞ് അവരെല്ലാം പേടിച്ചോടി വരിക. ഈ യോശുവയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അയ്യോ ഞങ്ങൾ തോറ്റുപോയി. ഇന്നലെ വമ്പൻ രാജ്യത്തെ ഇടിച്ചു കളഞ്ഞതാ ഇസ്രായേൽ മക്കൾ. ഏത് രാജ്യത്തെയാ? യെരിഹോവിനെ അല്ലേ. യെരിഹോവിനെ, അതിൻ്റെ രാജാവിനെ മൊത്തം തമ്പുരാൻ ഇടിച്ചു കളഞ്ഞു, തകർത്ത് കളഞ്ഞു. ഇവിടെ ഒരു കൊച്ചു പട്ടണത്തിന് നേരെ പോയിട്ട് തോറ്റു വരിക. യോശുവ തൻ്റെ വസ്ത്രം കീറി നെടുമ്പാട് വീണു. കർത്താവിനോട് നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ പാളയത്തിൽ ശാപം കിടക്കുന്നു. എന്ത് ദൈവം എടുക്കല്ലെന്ന് പറഞ്ഞോ അവിടെ നിന്നുകൊണ്ട് എടുത്തുകൊണ്ട് മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഒരു വ്യക്തി കൊണ്ടുവന്ന് അവൻ കൊണ്ടുവന്ന് കുഴിച്ചിട്ടേക്കുക. ആ കുഴിച്ചിട്ടത് മാറാതെ എടുത്ത് നീ കളഞ്ഞ് നിന്റെ പാളയം ശുദ്ധിയാകാതെ നീ യുദ്ധത്തിന് പോയാൽ ജയിക്കത്തില്ല. നിങ്ങൾ എപ്പോഴും ഓർത്തോ, പാപമാണ് പിശാചിന് കയറി വരാനുള്ള വഴി, ഇടം. പാപം വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, സുരക്ഷ അവിടുന്ന് മാറിപ്പോവും. പിന്നെ ശത്രുവിന് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ അതും കൊണ്ടാണ് വീണ്ടും എല്ലാ സമയത്തും ഞാൻ ഓർപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ വിട്ടുകളയരുത്. അവൻ്റെ കാവലിനകത്ത് നിങ്ങൾ ജീവിച്ചേ. നിങ്ങൾക്ക് നേരെ ആയുധമായിട്ട് വരുന്നവൻ്റെ ആയുധം സ്റ്റക്കായി പോകും, നിന്നെ തൊടാൻ പറ്റുകയില്ല. യാക്കോബിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾ കണ്ടതാ. യാക്കോബിനോട് ലാബാനോട് ദൈവം പറയുന്ന ഒരു ഭാഗം നിങ്ങളുടെ ചിന്ത, നിങ്ങളോട് എന്നത് പ്രസംഗിച്ചിട്ടുള്ളതാ, പറഞ്ഞിട്ടുള്ളതാ, നീ ഗുണമാകട്ടെ ദോഷമാകട്ടെ എൻ്റെ ദാസനായ യാക്കോബിനോട് ചെയ്തു പോയേക്കരുത്. നീ കർത്താവിൻ്റെ വാക്തത്വത്തിൽ ജീവിക്കാമോ? നിനക്ക് നേരെ ആയുധമായി വരുന്നവൻ്റെ ആയുധം സ്റ്റക്കായി പോകും. നിനക്ക് നേരെ ആയുധം ഉണ്ടാക്കുന്നവൻ്റെ ആയുധം ഫലിക്കത്തില്ല അല്ലേ. ഇവിടെ ഒരു വ്യക്തി കൊണ്ടുവന്ന് കുഴിച്ചിട്ടേക്കുക. ഓരോരുത്തരെ കുലമായി ഗോത്രമായി പിടിക്കാൻ വേണ്ടി തുടങ്ങി. ഒരുവന് നറുക്ക് വീണു, ആഖാനെ പിടിച്ചു. അവനെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ കൊള്ളയും അവൻ ശബദാർപ്പിതമായ എല്ലാ വസ്തുക്കളെയും ഒരുമിച്ച് ജനം കല്ലെറിഞ്ഞു കൊന്നു. അവനെ പാളയത്തിൽ നിന്ന് അശുദ്ധിയെ നീക്കിക്കളഞ്ഞിട്ട് യുദ്ധത്തിന് പോയപ്പോൾ ദൈവം യുദ്ധത്തിന് ജയം തന്നു. ഇന്ന് പകൽ നമ്മൾ നീക്കിക്കളഞ്ഞിട്ട് മാറ്റിക്കളഞ്ഞിട്ട് നമ്മൾ ദൈവിക കാര്യങ്ങളിൽ ഇടപെടാമെങ്കിൽ ഇല്ല, നിങ്ങളുടെ വാക്തത്വമായിട്ടോ നിങ്ങളുടെ ജോലിയുമായിട്ടോ നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളുമായി നിങ്ങൾ ഇടപെടാമെങ്കിൽ ദൈവം നിങ്ങൾക്ക് ജയം തന്നിരിക്കും. കയ്യിൽ ശബദാർപ്പിതം ഇരുന്നുകൊണ്ട് ആ ശബദാർപ്പിതം ഉള്ള ആ വെച്ചുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി പോയി. എന്തു പറ്റി? ശത്രുവിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ പിശാചിന് കയറി വരാനുള്ള വസ്തുക്കൾ മാറ്റിക്കളഞ്ഞ് നീ ദൈവസന്നിധിയിൽ നേരെ നിൽക്കാമോ? നീ ദൈവസന്നിധിയിൽ നീതിയോടെ നിൽക്കാമോ? ദൈവം നമ്മെ ഉയർത്തിയിരിക്കും.
നിങ്ങൾ മനസ്സിലാക്കട്ടെ, വാളുകൊണ്ടും കുന്തം കൊണ്ടും അല്ല ദൈവം വിടുവിക്കുന്നതെന്ന് ഇന്ന് നിനക്ക് തെളിയിച്ചു തരുമെന്ന് ഒരിക്കൽ ദാവീദ് ഗോലിയാത്തിനോട് പറഞ്ഞൊരു വേർഡുണ്ട്. നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. അവൻ വാളുകൊണ്ടും കുന്തം കൊണ്ടും അല്ല വിടുവിക്കുന്നത്. നീ ദൈവത്തിൻ്റെ സാന്നിധ്യം ചുമന്നുകൊണ്ട് പോകുന്നവനാണോ? നിന്റെ വീട്ടിൽ അതിനുവേണ്ടി നീ വില കൊടുക്കുന്നവനാണോ? ഒരു മാതാവ് പറഞ്ഞ ഒരു സംഭവം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് പോയി പ്രാർത്ഥിച്ച് നിർത്താം. ഒരു മാതാവ് ഒരിക്കൽ പറഞ്ഞൊരു ചരിത്രമാണ്. തൻ്റെ മകൻ എവിടെയോ പോയിട്ട് വരുന്ന വഴിക്ക് ഒത്തിരി വർഷങ്ങൾക്ക് പുറയില്ല, നിലത്തെങ്ങാണ്ട് അവിടെങ്ങാണ്ട് പൈസ കിടക്കുന്നത് കണ്ടു. 10 പൈസയോ പണ്ടത്തെ 5 പൈസയോ കിടക്കുന്നത് കണ്ടു. ഈ പൈസ എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. ഈ പൈസയും വെച്ചോണ്ട് ഈ കൊച്ചിനെ അവിടെ വരെ അടിച്ചു. ഇതെവിടെ കിടന്ന് അവിടെ വരെ അടിച്ചു, കൊണ്ടുപോയിടാൻ പറഞ്ഞു. അവിടെ നീ അല്ലേ വീട്ടിൽ കയറത്തില്ലെന്ന് പറഞ്ഞു. കുറേ നാളുകൾ കഴിഞ്ഞു. അമ്മയുടെ ഈ പ്രതികാരവും ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ കൊച്ചിന് ഒത്തിരി വിഷമായി. പക്ഷെ കൊച്ചിന് അല്പം ബോധവും സുബോധവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചിന് മനസ്സിലായി അമ്മ പഠിപ്പിച്ച കാര്യങ്ങളുടെ അകത്ത് അർത്ഥമുണ്ടായിരുന്നെന്ന്. എന്തുവാണെന്നറിയാമോ? വഴിയിൽ കിടക്കുന്നതോ നമ്മൾ അധ്വാനിക്കാത്തതായിട്ടുള്ളതോ ഒറ്റ പൈസ നമ്മുടെ വീട്ടിൽ വരരുത്. ഇതൊന്നും ചെയ്യില്ല. അനീതിയായിട്ടുള്ള നിങ്ങൾ അധ്വാനിക്കുന്ന പണം നിങ്ങൾ കൊണ്ടുവന്നേ, അത് അല്പമേ ഉള്ളോ, എൻ്റെ ദൈവം നിങ്ങൾക്കത് വർദ്ധിപ്പിച്ചു തരും. ഈ മാതാവ് ചെയ്ത ശിക്ഷ പിന്നീട് ഈ മകൻ പറയുക, എൻ്റെ അമ്മ അന്ന് അങ്ങനെ അടിച്ചതുകൊണ്ട് എൻ്റെ ജീവിതം മൊത്തം എനിക്കങ്ങനെ സൂക്ഷിക്കാൻ പറ്റി. അതുകൊണ്ട് എനിക്കിന്ന് അങ്ങനത്തെ വിഷയങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പകൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ മാറ്റിക്കളഞ്ഞാൽ ഒരു നല്ലവനായ പിതാവുണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ നമുക്ക് ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് മടങ്ങിച്ചല്ല. അടുത്തൊരു വിഷയം കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയോ. അടുത്ത വിഷയങ്ങളൊക്കെ ബാക്കിയുള്ളത് 2-3 ചരിത്രം ഞങ്ങൾ വേഗത്തിൽ അടുത്ത ആഴ്ച കൊണ്ട് പറഞ്ഞ് നമ്മുടെ ഡെലിവറൻസിൻ്റെ സെക്ഷനിലേക്ക് നമുക്ക് വരുവാൻ വേണ്ടി ആഗ്രഹിക്കുക. യെശയ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുന്നതാണ്. ഇസ്രായേൽ മക്കളെ ചിത്രീകരിക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. കർത്താവ് മുന്തിരിത്തോട്ടം നടുന്ന സമയത്ത് നിങ്ങളൊന്ന് ഓർത്തേ, ഒന്നാമത് ചെയ്തത് എന്തുവാ? 2-ാം വാക്യം, അതിന് വേലി കെട്ടി. 2, അതിൻ്റെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. അതിൽ ഗോപുരം പണിതു. ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരി. ഒന്നാമത് ചെയ്തത് എന്തുവാ? ദൈവം വേലി കെട്ടി. നിങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ഒന്നാമത് ചെയ്തത് എന്തുവാ? വേലി കെട്ടി. ദൈവം നമ്മളെ എവിടെങ്കിലും നടുന്നതിന് മുമ്പേ ദൈവം നട്ട നടുതലയ്ക്ക് അവൻ കാവല, അവൻ സുരക്ഷയായിരിക്കും. കായ്ച്ചത് എന്തുവാ? കാട്ടുമുന്തിരി. എന്തുവാണ് ദൈവം ചെയ്തത്? അവൻ അതിൻ്റെ കല്ല് പെറുക്കിക്കളഞ്ഞു, ഗോപുരം പണിതു. ഏറ്റവും മുമ്പേ വേലി കെട്ടി. ഇസ്രായേലിനെ കുറിച്ച് ചിത്രീകരിക്കുന്ന, പക്ഷെ നമുക്ക് അതിനകത്തുനിന്ന് വലിയൊരു പാഠം പഠിക്കാനുണ്ട്. എല്ലാം ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു, പക്ഷെ കായ്ച്ചത് എന്തുവാ? കാട്ടുമുന്തിരി. എന്തുവാ ദൈവം ചെയ്തേ? മുന്തിരിയെ വലിച്ചു പറിച്ച് ദൈവം കളയായിരുന്നോ? ദൈവം എന്തുവാ ചെയ്തേ? അവിടെ എന്തുവാ ചെയ്തെന്നുണ്ട് 5-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. ആകയാൽ വരുവീൻ. മുന്തിരിയുടെ തണ്ടെല്ലാം മുറിച്ച് കളയായിരുന്നു. പല സമയത്ത് ഓർത്തുകൊള്ളുക, അറ്റാക്ക് വരുന്നത് നമ്മുടെ വേലി പോകുമ്പോഴാണ്. ദൈവം മുന്തിരിവള്ളി പറിച്ച് കളയല്ലായിരുന്നു. ദൈവം ചെയ്തത് എന്തുവെന്നറിയാമോ? അത്രയും ചെയ്താൽ മതി. അടുത്തത് എഴുതിയിരിക്കുന്നത് എന്തുവെന്നറിയാമോ? അത് തിന്നുപോകും. ഞാനതിനെ മതിലിടിച്ചു കളയും. അത് ചവിട്ടി മെതിച്ചു കളയും. മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വചനം കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കണക്ട് ചെയ്യട്ടെ. കുറുക്കന്മാരും കുറുനരികളും വന്ന് അതിനെ മാന്തിക്കളയും. നിങ്ങളിത് ആഴത്തിലൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്ന് പകൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തിയല്ല. കർത്താവേ, അങ്ങനെ നട്ടതാണെങ്കിൽ എത്ര കൊടുങ്കാറ്റും പ്രതികൂലങ്ങളും വന്നാലും, മരുഭൂമിയിൽ ഇസ്രായേലിനെ നടത്തിയപ്പം ഒരുത്തൻ അടുത്തില്ല.
സുക്കോത്തിൽ നിന്ന്, റംസേസിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന ദേശത്ത് വരെ ഇവരെ എത്തിക്കുമ്പോൾ ഇവരെ ദൈവം നടത്തിക്കൊണ്ട് പോയത് 33 രാക്ഷസ ജാതികളുള്ള ആ ജാതിയുടെ നടുക്കൂടെ ദൈവം ഇവരെ കൊണ്ടുപോയത്. പക്ഷേ ഒറ്റയോർണം തൊട്ടില്ല. തൊടാൻ വന്നവനൊക്കെ വിവരം അറിഞ്ഞു. എന്താ കാര്യമെന്നറിയാമോ? ദൈവത്തിൻ്റെ സുരക്ഷ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ദൈവം തന്നെ അവരുടെ കാവലിനെ മാറ്റിക്കളഞ്ഞു. ദൈവം തന്നെ അവരുടെ വേലിയെ പൊളിച്ചു കളഞ്ഞു. എന്താ കാരണം എന്നറിയാമോ? അവരുടെ അകത്ത് പാപം വന്നു. ദൈവഹിതമല്ലാത്ത, ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാതെ അവർ വേറെ കാട്ടുമുന്തിരി കായ്ച്ചു. അവർ ദൈവഹിതമല്ലാത്ത ഫലം കായ്ച്ചു. ഇന്ന് പകൽ ദൈവത്തോട് നാം പറഞ്ഞാട്ടെ, ദൈവമേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞാൻ അനുഭവിക്കുമ്പോൾ അങ്ങയോട് നന്ദിയുള്ള ജീവിക്കാനുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാമല്ലോ. 1-2 നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള സമയമെടുക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ചുറ്റും ഒരു വേലി ഉണ്ടെന്ന് ദൈവവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഇരുട്ട് നിറഞ്ഞ ഭൂമിയിൽ, സാത്താനുള്ള ഭൂമിയിൽ, വഞ്ചകനായ, ചതിയനായ, കർത്താവേ, ഭോഷ്ക് പറയുന്ന മഹാസർപ്പമുള്ള ഭൂമിയിൽ ഞങ്ങൾക്ക് തലയുയർത്തി ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ജോലിക്കൊരു കാവലായി തീരട്ടെ. ഓ രാമ ശാന്തൽ പ്രഭാനക, നിങ്ങളുടെ ആരോഗ്യത്തിനൊരു കാവലായി തീരട്ടെ. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ദൈവം കാവലായി തീരട്ടെ. നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് അവൻ കാവലായി തീരട്ടെ. നമ്മുടെ ശുശ്രൂഷയ്ക്ക് കാവലായി തീരട്ടെ. നിങ്ങളുടെ ബിസിനസ്സിന് അവൻ കാവലായി തീരട്ടെ. നിങ്ങളുടെ യാത്രകൾക്ക് അവൻ കാവലായി തീരട്ടെ. നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് അവൻ ഒരു കാവലായി തീരട്ടെ. പ്രാർത്ഥിച്ചേ. നിങ്ങളെ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചേ, ദൈവമേ, ഈ തലമുറയിൽ അങ്ങന്റെ കാവലാകണമേ. നമ്മൾ ഇന്ന് പകൽ 3 കാര്യങ്ങളെ വേഗത്തിൽ ചിന്തിച്ചു. 1, നമ്മൾ ചിന്തിച്ചു മിഥ്യാന്റെ ചരിത്രങ്ങൾ നമ്മൾ ചിന്തിച്ചു. 2, ഹായി പട്ടണത്തിന്റെ ചരിത്രം നമ്മൾ ചിന്തിച്ചു. 3, മുന്തിരിവള്ളിയുടെ ചരിത്രം നമ്മൾ ചിന്തിച്ചു. ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ദൈവിക പദ്ധതികളിലേക്ക് ഉയർന്നു പോകണമെങ്കിൽ, ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ശ്രേഷ്ഠകരമായ പദ്ധതികളിലേക്ക് നിങ്ങൾക്ക് ഉയർന്നു പോകണമെങ്കിൽ, ശുശ്രൂഷകളിൽ നിങ്ങൾ കയറിപ്പോണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ആഴങ്ങളിൽ കിടക്കുന്ന ചിലതിനെ വേരോടെ പിഴുതുകളയാം. കുടുംബങ്ങളുടെ അകത്ത് നിങ്ങളുടെ പിതാക്കന്മാരെ പിടിച്ചുകെട്ടിയ മേഖലകളെ നിങ്ങളെ പിടിച്ചുകെട്ടാൻ അനുവദിക്കല്ല. നിങ്ങളുടെ പിതാക്കന്മാരെ ബന്ധിച്ച രോഗങ്ങൾ നിങ്ങളുടെ മേൽ വരുവാൻ അനുവദിക്കല്ല. നിങ്ങളുടെ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത, കുഴിച്ചിട്ടില്ലാത്ത, നിങ്ങളുടെ പിതാക്കന്മാർ നട്ടിട്ടില്ലാത്ത മേഖലകളിലേക്ക് ദൈവം നിങ്ങളെ കയറ്റണമെങ്കിൽ